ഹലോ ഗായ്സ്, സിൽസില സീരിയലിന്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വിടണേ. എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗുണാലിനോടുള്ള ഫീലിങ്സ് കാരണം വീട് വിട്ടു പോകാൻ തീരുമാനിച്ച കാര്യം ഗുണാലിനോട് നന്ദിനി പറയുവാണ്. ഗുണാലും അത് കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നെക്സ്റ്റ് ഡേ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. മൗലി ഗുണാലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല വീട് നോക്കാൻ. അതിനെക്കുറിച്ച് കേൾക്കുവാണ്. അപ്പോൾ ഗുണാൽ പറയുന്നു, ഞാനൊരു നല്ല വീട് നോക്കി, നല്ല അഫോർഡബിൾ പ്രൈസിലും കിട്ടി. നന്ദിനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് 3 പേർക്കും ചേർന്ന് നോക്കിയിട്ട് വരാവോ എന്ന് ചോദിക്കുന്നു. ഉടനെ നന്ദിനിയെ മൗലി വിളിക്കുവാണ്. നന്ദിനിയെ കണ്ടോ, അതിനുള്ള ഗുണാൽ നിനക്ക് വീട് നോക്കി, നമുക്കൊന്ന് പോയി നോക്കി വിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് 3 പേരും നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ട് പോവുകയാണ്. വീട് ചുറ്റി നോക്കുമ്പോൾ മൗലി പറയാണ്, ഈ വീട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നു. എന്താ ഇത്? ഈ വീടാണോ ഗുണാൽ നന്ദിനിക്ക് വേണ്ടി നോക്കിയത്? പൊടി നമുക്ക് വൃത്തിയാക്കാം. ഇതുപോലെ ഒരു പ്ലേസിൽ ഈ പ്രൈസിന് ഈ വീട് കിട്ടിയത് നല്ല വർത്താണ്. അതുമല്ല, നന്ദിനി ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീട് തന്നെ നോക്കിയത്. നീ വേണമെങ്കിൽ അവളോട് ചോദിക്കേ ഇഷ്ടപ്പെട്ടോ എന്ന്. മൗലി നന്ദിനിയോട് ചോദിക്കുമ്പോൾ നന്ദിനിയും പറയുന്നു, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം, പൊടിയൊക്കെ ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം എന്നൊക്കെ. എനിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഈ വീട് ക്ലീൻ ആക്കിക്കൊള്ളാം, അപ്പോൾ കാണാൻ കൊള്ളാമായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഓക്കെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് മൗലി വീടൊക്കെ ചുറ്റിക്കോണം പോകുന്നു. ഗുണാൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഒരു പോയിന്റിൽ 2 പേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കുന്നു. നന്ദിനി കണ്ണുകൊണ്ട് ഗുണാലിന് താങ്ക് യു പറയുന്നു. ഗുണാൽ അതിന് മറുപടിയായി മനസ്സിൽ പറയുന്നു, നിനക്ക് വേണ്ടിയിട്ടാണ് നന്ദിനി ഞാൻ ഇത്രയും വേഗം ഈ വീട് നോക്കിയത്. എന്നാലും നിന്നെ വിട്ടു പിരിയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് ഡേ മൗലിയും നന്ദിനിയും സംസാരിച്ചിട്ട് വരുവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഗുണാലും വരുവാണ്. ഉടനെ മൗലി പറയുവാണ്, ഇങ്ങ് നോക്കൂ ഗുണാൽ, ഇനി ഹോസ്പിറ്റലിൽ പോകണം, നന്ദിനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണേ അതൊന്ന് ചോദിച്ച് നീ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നന്ദിനിയും ഗുണാലും ഐ കോണ്ടാക്ട് നോക്കിയിട്ട് നന്ദിനി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ആ വാടക വീട്ടിൽ വന്നു. നന്ദിനി അവിടെ നല്ല പൊടി പിടിച്ച് കിടക്കുവാണല്ലോ, അതൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അവൾക്ക് ആ വീട്ടിൽ വന്നപ്പോൾ രാജദീപ് അവളെ കഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്, ഞാനെന്തിനാ ആ പാസ്റ്റ് ലൈഫൊക്കെ ആലോചിക്കണം, വിട് എന്നും പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ഒറ്റയ്ക്ക് അവിടെയൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കുന്നു. ആ വീടിന് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിടുന്നു. എല്ലാം സൂപ്പറാ സെറ്റാക്കുന്നു. എന്നിട്ട് മൗലിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. മൗലിയും അത് കണ്ട് നല്ല സന്തോഷമാവുന്നു. നന്ദിനി, ഇത് നമ്മൾ കണ്ട വീടാണോ? ഇത്ര നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയല്ലോ, സൂപ്പർ എന്ന് അവളും പറയുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ വീഡിയോ കോളിൽ നന്ദിനി ഗുണാലിന്റെ ഫോട്ടോ കാണുന്നു. അതോടെ അവൾക്ക് ഗുണാലിന്റെ ഓർമ്മ വരുന്നു. ഇവിടെ ഗുണാലിനെയാണ് കാണിക്കുന്നത്. അവനും ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റാതെ നന്ദിനിയെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അവൻ നല്ല സ്ട്രെസ്സിലാണ്. നൈറ്റ് ആവുന്നു. നന്ദിനി മൗലിയുടെ വീട്ടിൽ വരുന്നു. ഇവിടെ ഏത് പെയിന്റ് വാളിലടിക്കണം എന്ന ഡിസ്കഷനിലാണ് എല്ലാവരും. നന്ദിനി പറയുവാണ്, എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്, അതടിക്കാമോ എന്ന്. എന്ത് വൈറ്റോ? അത് നല്ല ബോറിംഗ് കളറല്ലേ, എന്റെ ടേസ്റ്റ് എന്താ ഇങ്ങനെ? എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്, നല്ല രസമല്ലേ? ശരി, എന്നാ നമുക്ക് ഗുണാലിനോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞ് ഗുണാലിനെ ഇങ്ങ് വന്ന് മൗലി വിളിക്കുകയാണ്. ഗുണാൽ, ഇതിൽ ഏത് കളർ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മൗലി ചോദിക്കുന്നു. മൗലി നല്ല എക്സൈറ്റിംഗ് ആയിരിക്കുവാണ് ഗുണാലിനെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ പറയുമെന്ന്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് അവൻ പറയുന്നു. നന്ദിനി അത് കേട്ടപ്പോ അങ്ങനെ അവനെ തന്നെ നോക്കിയിട്ടിരിക്കുകയാണ്. മൗലി എന്തോ പോലെയാവുന്നു. എന്താ ഗുണാൽ ഇത്? നന്ദിനി പറഞ്ഞതുപോലെ നീയും പറയുന്നു, നിങ്ങളുടെ ടേസ്റ്റ് എന്താ ഒരുപോലെ? ശരി, നടക്കട്ടെ എന്നും പറയുന്നു. ശരി, എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ നിങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതേ നടക്കട്ടെ എന്ന് മൗലി സമ്മതിച്ചു കൊടുക്കുന്നു. ശരിയെന്നും പറഞ്ഞിട്ട് ഗുണാൽ അവിടെ നിന്ന് പോകുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയല്ലല്ലോ. നന്ദിനി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൽ പോവുകയാണ്. ഫോൺ സംസാരിച്ചിട്ട് നടന്നു പോവുകയാണ്. അവളുടെ ബാക്കിൽ തന്നെ രാജദീപ് നടന്നു വരുവാണ്. അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് അവിടെ വന്നത്. പക്ഷെ എന്തോ ഭാഗ്യം, നന്ദിനിയെ കണ്ടില്ല. ഇവിടെ മൗലിയാണ് കാണിക്കുന്നത്. എന്തോ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ആണ് അർജന്റായിട്ട് ഒരു 10 lakh വേണമെന്ന് ആരോടോ വിളിച്ച് ചോദിക്കുവാണ്. എന്നിട്ട് കോൾ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ അമ്മായിയമ്മ നിൽക്കുന്നു.
എന്തായത്, നീ ലാൻഡ് വിൽക്കാൻ പോകുന്നോ? എന്തിനെന്ന് ചോദിക്കുന്നു. അതോ അമ്മ, ഞാനെന്ന് പറഞ്ഞല്ലോ ഗുണാലിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ പോകുന്നു. ഞാൻ ചേർത്ത് വെച്ചിരുന്ന കുറച്ച് കാശുണ്ട്, പക്ഷെ എന്നാലും അതിനും ബാക്കിയായിട്ട് ഒരു 10 ലക്ഷം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പേരിലുള്ള ആ പ്രോപ്പർട്ടി വിൽക്കാമെന്ന് ഞാൻ കരുതിയത്. അതൊന്നും വേണ്ട, ഗുണാൽ അറിഞ്ഞാൽ നല്ല പ്രശ്നമാവും മോളെ. ഏയ് ഇല്ല, അതൊന്നുമില്ല, നമുക്കപ്പം നോക്കാം. ഞാൻ ഗുണാലിന് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ അമ്മേ? നീ സത്യമായിട്ട് നല്ലൊരു പെൺകുട്ടിയാണ് എന്ന അമ്മായിയമ്മയും അവളെ പുകഴ്ത്തുവാണ്. മൗലി അങ്ങനെ തിരക്കില് ആ ഫയലൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ആ ഫയല് താഴോട്ട് വീഴുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഗുണാലും വരുന്നു. ഇതെന്ത് ഫയലാ എന്ന് അവനും നോക്കുന്നു. മൗലിക്ക് നല്ല പേടിയാവുന്നു. ആ ഫയൽ അവൻ കണ്ട എല്ലാം ഇന്നത്തോടെ കൊളാവും എന്നാലോചിച്ചിട്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ സ്ഥലത്ത് അമ്മായിയമ്മ വന്ന് ആ ഫയൽ എടുത്ത് കൊടുക്കുന്നു. മൗലി, നിനക്ക് ലേറ്റ് ആവുന്നു എന്നല്ലേ പറഞ്ഞ്, നീ പോ. അമ്മ, അതെന്ത് ഫയലാ? അപ്പോ അത് അവളുടെ എന്തോ ഓഫീസിലെ ഫയലാവും, നീ അതൊന്നും നോക്കാതെ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നു. ശരി, അമ്മായിയമ്മയും മരുമോളും ഒരുമിച്ച് ചേർന്നാൽ നിങ്ങളുടെ സംസാരിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ഗുണാൽ അവിടെ നിന്ന് പോകുന്നു. താങ്ക്സ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മൗലി അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നന്ദിനിയാണ് കാണിക്കുന്നത്. അവള് കുറച്ച് ജോലിക്ക് വേണ്ടി കുറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഒറ്റയ്ക്ക് അവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ മൗലിക്ക് കോൾ ചെയ്യണം. മൗലി, നീ ഒന്ന് ഇങ്ങ് വരുമോ? എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. നീ വന്നാൽ എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, 1 മിനിറ്റ് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തിട്ട് ഗുണാലിനെ വിളിക്കുകയാണ്. ഗുണാൽ, ഇപ്പോൾ നന്ദിനി എന്നെ വിളിച്ചിരുന്നു, അവൾക്ക് എന്തോ ഹെൽപ്പ് വേണമെന്ന്. നീ ഒന്ന് അവളെ വീട് വരെ പോയി എന്താണെന്നോ നോക്ക് കേട്ടോ. അവനും ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ വീട്ടിൽ പോകുന്നു. അവിടെ നിന്ന് ആളുകളോടൊക്കെ സംസാരിച്ച് അവിടെ ബാക്കിയുണ്ടായിരുന്ന വർക്കൊക്കെ തീർത്തു കൊടുക്കുന്നു. ഇതൊക്കെ ദൂരത്ത് നിന്നും നന്ദിനി നോക്കി രസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഗുണാൽ നന്ദിനിയെ നോക്കിയിട്ട് പറയണം, ഒരുമാതിരിയാണ് നോക്കിയിട്ട് പറയുന്നത്. ഓക്കെ, ഞാനെല്ലാം ശരിയാക്കി, വേറെ എന്തേലും ചെയ്യണോ ഞാനെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പെട്ടിയുണ്ട്, അതെടുത്ത് അകത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. അവനും ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പെട്ടി തുറക്കുമ്പോൾ അവരുടെ കൈ തമ്മി മുട്ടുന്നു. അങ്ങനെ അവർ ഐ കോണ്ടാക്ട് നോക്കിയിട്ടേ ഇരിക്കുന്നു. ഇവരിങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോൾ എങ്ങനെയോ ഡോർ ലോക്ക് ആവുന്നു. രണ്ടുപേരും എന്ത് പറ്റിയെന്ന് തുറന്നു നോക്കുമ്പോൾ ജാമായിരിക്കാം. ലോക്ക് ആരെങ്കിലും ഒന്ന് തുറന്നു വിട്ടാൽ മാത്രം തന്നെ ഇനി പുറത്തിറങ്ങാൻ പറ്റും. ഇനിയപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ന് രണ്ടുപേരും അങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ രണ്ടുപേരും ഒറ്റയ്ക്കാണ് എന്നൊക്കെ രണ്ടുപേരും കണ്ണുകളിൽ കൂടെ പറയുവാണ്. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് പാർട്ട് നാളെ വരുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കും. ബൈ.